നഗരസഭ 21ാം വാർഡ് സഭയോടനുബന്ധിച്ച് മെറിറ്റ് അവാർഡ് വിതരണം നടത്തുകയും ആശാപ്രവർത്തക ശുഭയെ ആദരിക്കുകയും ചെയ്തു. യോഗം കായംകുളം ജോയിന്റ് RTO TP പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭ 21ാം വാർഡ് സഭയോടനുബന്ധിച്ച് കൗൺസിലർ ബിജു നസറുള്ളയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കായംകുളം ജോയിന്റ് RTO TP പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഏറ്റവും ചെറിയൊരു ഘടകമാണ് ഒരു വാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന ഈ ഒരു വാർഡ് സഭ എന്ന് പറയുന്നത് ഒരു പ്രാരംഭ നടപടിയാണ്. നമ്മുടെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പ്രാരംഭ നടപടിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ വാർഡ് സഭയിൽ നടക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മൾ ഈ വർഷം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പദ്ധതിയുടെ ചില വിവരങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. ഒന്ന്, ഭവന അറ്റകുറ്റപ്പണികൾ ജനറൽ നമ്മൾ 44 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഓരോ വാർഡിലേക്കും 1 ലക്ഷം രൂപ വെച്ച്. ഇത്തവണ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ വാങ്ങേണ്ടതുണ്ട്. ITI പോലെയുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് സ്ഥലങ്ങൾ വാങ്ങേണ്ടതുള്ളതുകൊണ്ട് കുറെ ഫണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റേണ്ടി വന്നു. നിങ്ങൾ ഓരോരുത്തരും ഓരോ കുഞ്ഞുങ്ങളും പഠിച്ച് നിങ്ങളുടെ വീട് സുരക്ഷിതമാക്കുന്നതിനും നിങ്ങളുടെ മാതാപിതാക്കളോട് എങ്ങനെയാണ് മക്കൾ പെരുമാറേണ്ടതെന്നും അതുപോലെ നിങ്ങൾ ഈ നാടിന് തന്നെ ഒരു സമ്പത്തായി മാറുന്നതിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. ആശാപ്രവർത്തക ശുഭയെ ആദരിച്ചു. സൈക്കോളജിസ്റ്റ് CS സുനിത രക്ഷകർത്താക്കൾക്കായി കൗൺസിലിംഗ് നടത്തി. റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ ജയപ്രസാദ് മാലിന്യ ഉറവിട നശീകരണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ADS പ്രസിഡന്റ് ശ്രീലേഖ സ്വാഗതം പറഞ്ഞു. വാർഡ് സഭാ കോർഡിനേറ്റർമാരായ സജീവ്, വിഷ്ണു, സന്തോഷ് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.